നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിൽ അണിയിച്ചൊരുക്കിയ കണിയും പിന്നെ മഞ്ഞപ്പട്ടുടുത്ത കണിക്കൊന്നയും. ഓർമ്മകളുടെ ചെപ്പിൽ കണിക്കൊന്നയുടെ ഗന്ധവുമായി വീണ്ടും ഒരു മേടമാസപ്പുലരി. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ഈ വിഷുക്കാലവും നൃത്തവും പാട്ടും ഒക്കെയായി നമുക്ക് ഈ കൊച്ചു കൂട്ടുകാരോടൊപ്പം കൂടിയാലോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. അണിഞ്ഞു കാണേണം ഭഗവാനേ. അണിഞ്ഞു കാണേണം ഭഗവാനേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഏതായാലും നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ബിന്ദു ചേച്ചി എനിക്ക് നേരത്തെ അറിയാം, ദ ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ഭാര്യയാണ്, പ്രദീപ് ചേട്ടൻ്റെ ഭാര്യയാണ്, ഒപ്പം നർത്തകിയാണ്, സിംഗറാണ്, കലാപ്രതിഭയാണ് അല്ലേ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും വിശേഷങ്ങളൊക്കെ കൂടുതൽ ചേച്ചി തന്നെ പറഞ്ഞോളൂ. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് ഭരതകല ഡാൻസ് ആൻഡ് മ്യൂസിക് കൾച്ചറൽ സൊസൈറ്റി എന്നാണ്. തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തിൽ കൂടുതലായി. ഇവിടെ നമ്മൾ ക്ലാസിക്കൽ നൃത്തമാണ് കൂടുതൽ അഭ്യസിപ്പിക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ വയലിൻ ക്ലാസ്സുണ്ട്, ഡ്രോയിങ് ക്ലാസ്സുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
പിന്നെന്താ അങ്ങനെ പോണു. പിന്നെ നമ്മുടെ ഭരതകല മുന്നോട്ട് വയ്ക്കുന്ന നമ്മൾ സമൂഹത്തിന് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് നീതി പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരം നമ്മൾ വിമൻസ് ഡേയുടെ അന്ന് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. ഇപ്പോൾ 6ാമത്തെ വർഷം കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 6 വർഷമായിട്ട് ഒരു ചിലമ്പ് ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിനിപ്പോൾ മെയിലാണ് വരുന്നത്. അത് ഓൾ കേരള ഡാൻസ് ഫെസ്റ്റിവലാണ്. അത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ്. അങ്ങനെയാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഒരു തവണ 24 മണിക്കൂറും ഒരു തവണ 27 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ടാണ് ആ കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണയും അതുപോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മെയ് 11, 12, 13 തീയതികളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ടായിരിക്കും നടത്തുന്നത്. ഗവൺമെൻറ്റായിട്ട് ചേർന്നായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ സമയം നൃത്തം അവതരിപ്പിച്ച് അതെ റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൂടി പറയൂ. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞത്. വേൾഡ് റെക്കോർഡ് കിട്ടിയത് നമ്മൾ ഈ ഡാൻസ് കോമ്പറ്റീഷനാണ്. എന്നുവെച്ചാൽ നിർത്താണ്ട് ആ കോമ്പറ്റീഷൻ പൊയ്ക്കൊണ്ടേയിരുന്നു. ഒരു 2 സെക്കൻഡ് പോലും ഒരു ഗ്യാപ്പ് വരാണ്ട് ഒരു കുട്ടി കയറി, അവർ ഇറങ്ങിയതിന് ശേഷം അടുത്ത കുഞ്ഞ് ഉടനെ കയറി. അങ്ങനെ നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. കാര്യം വേൾഡ് റെക്കോർഡ് അവിടെ നിന്ന് ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും ഗ്യാപ്പില്ലാതാണ് ആ ഫുൾ കോമ്പറ്റീഷനും ചെയ്തു തീർത്തത്. ഇതിനിടയിൽ തന്നെ നമ്മൾ പിന്നെ മാർക്ക് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പില്ലാണ്ട് പോയി. അങ്ങനെയാണ് 2 വർഷം നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഓക്കെ, സന്തോഷം. പിന്നെ കൂട്ടുകാരികളുണ്ട്. അതെ, കൂട്ടുകാരികളാണ്. എൻ്റെ കോളേജിലുള്ള കോളേജ് മേറ്റ്സ് ആണ്. പണ്ട് മുതലേ ഉള്ള. അതെ, എല്ലാവരും സംഗീത അധ്യാപകരാണ്. എല്ലാവരും MA മ്യൂസിക് കഴിഞ്ഞവരാണ്. ഒന്ന് പരിചയപ്പെടുത്തുക, എല്ലാവരും പരിചയപ്പെടുത്തുക. വീണ, യാമിനി, രമ്യ, സജിത. വീണ ടീച്ചറിനെ എനിക്കറിയാം. MGM സ്കൂളിലെ അധ്യാപിക കൂടിയാണ്, സംഗീത അധ്യാപിക കൂടിയാണ്. അതേപോലെ രാജശേഷി നേരത്തെ രമ്യ ചേച്ചി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. രമ്യയും MGM സ്കൂളിൽ വർക്ക് ചെയ്യുക. MGM സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് കുറച്ച് പാട്ടുകൾ ആദ്യമാകാം അല്ലേ? ഓക്കെ. ഏതായാലും വിഷു അല്ലേ, വിഷുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പം എല്ലാം ഭജൻസിൻ്റെ ഒരു കാലമാണ്. ഭജൻസ് തന്നെ എന്താ പറയുക, ഭയങ്കര ഇപ്പം ടീച്ചറിനെയൊക്കെ വിളിക്കുന്നു. ഓ ചക്കരെ ഇപ്പം ശരിയാക്കാട്ടോ. അതെ അതെ. എന്തായാലും ടീച്ചർക്ക് ഇപ്പൊ ഒരു നല്ലൊരു അടിപൊളി ഒരു പാട്ട് പാടാൻ പറഞ്ഞേ ടീച്ചറിനോട് പറഞ്ഞേ. പറയത്തില്ലേ? പാട്ട് പാടാട്ടോ, പാട്ട് പാടാം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടു മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടു മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടു മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടു മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. കൊട്ടുമില്ല കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കൊട്ടുമില്ല കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാർത്തില്ലാം അഴിച്ചു നീ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു. സുന്ദരമേഘച്ചാർത്തില്ലാം അഴിച്ചു നീ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം.
രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. അപ്പോൾ എല്ലാവരും ചേച്ചിക്ക് ഒരു ഡാൻസ് കളിച്ചു തരുമോ? വാക്ക് പറഞ്ഞാലേ കൊണ്ടുവന്നേന്നെ, കളിച്ചു തരുമോ? അപ്പോൾ ഏത് പാട്ടിൻ്റെയാ? ഒരു മയിൽ പീലി തരാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഡാൻസ് കാണാം. ഓക്കെ, അപ്പോൾ പൊളിക്കാം. ഒരു മയിൽ പീലി തരാം, ഒരു നല്ല പീപ്പി തരാം. ഒരു മയിൽ പീലി തരാം, ഒരു നല്ല പീപ്പി തരാം. ഓമന കണ്ണാ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. ഒരു മയിൽ പീലി തരാം, ഒരു നല്ല പീപ്പി തരാം. ഓമന കണ്ണാ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. ഒരു കുടം പാല് തരാം, ഒരു കിണ്ണം വെണ്ണ തരാം. ഒരു കുടം പാല് തരാം, ഒരു കിണ്ണം വെണ്ണ തരാം. ഓടക്കാർ വർണ്ണ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. ഓടക്കാർ വർണ്ണ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. ഒരു മയിൽ പീലി തരാം, ഒരു നല്ല പീപ്പി തരാം. ഓമന കണ്ണാ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. ഒരു മയിൽ പീലി തരാം, ഒരു നല്ല പീപ്പി തരാം. ഓമന കണ്ണാ നീ ഓടിവായോ, എന്റെ താമര കണ്ണാ നീ പാടിവായോ. തുളസിക്കഴി പാടാമോ? ഓ തുളസിക്കഥ നുള്ളിയെടുത്തെന്നുള്ള പാട്ടാണോ? പാടിയാലത് ആ ഓക്കെ പാടാം കേട്ടോ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി കെട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ആൺകുയിലേ നീ പാടുമ്പോൾ പ്രിയതരമേതോ നൊമ്പരം. ആമ്പൽ പൂവേ നിൻ ചൊടിയിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ. അറിഞ്ഞുവോ വനമാലി നിൻ മനം കവർന്നൊരു രാധിക ഞാൻ. ഒരായിരം മയിൽ പീലികളായി വിരിഞ്ഞു
നീ ഇന്നും കവർന്നെന്നോ തൂവെണ്ണ നീയേ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി ശ്രീചന്ദനം നേത്ര നീലാഞ്ജനം നിന്റെ കുറുനിരകളിൽ ഇളകിടും ഒരു ചെറുനീർമണിയായെങ്കിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ உடலணிந்த ஆடை போல் என்னை அணிந்து கொள்வாயா இனி நீ கண்ணா தூங்காத என் கண்ணின் துயில் உரித்த கண்ணந்தான் இனி நீ இது நேராமலே நான் உன்னை பாராமலே நான் இந்த முழு ஜன்மம் போயிருந்தா என்று அதை எண்ணி வீணேகம் ஏங்காமலே உன்னை மூச்சாக்கி வாழ்வேனடா കഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ കഞ്ചന നീലിമ കണി കാണണം കഞ്ചവിലോചനൻ കണ്ണന്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം നിന്നെ പൊന്നോട് കുഴൽ കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഗോരോജ കുറി കണി കാണണം നന്ദനന്ദനം ഭജേ 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 നന്ദനന്ദനം.
പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് വലിയൊരു വിഷു തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇവരോടൊപ്പം ഒക്കെ ചിലവഴിക്കാൻ സാധിച്ചത്. കുഞ്ഞുമക്കൾ ആദ്യം എന്നോട് പറഞ്ഞതുപോലെ ചേച്ചി ഒരു നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ ഞങ്ങൾ കളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ വ്യത്യസ്തമായിട്ട് തോന്നി ഈ വിഷു കൈനീട്ടമാണ്. ഏതായാലും ഒരു ഭരതകലയുടെ ഒരു വിസിറ്റിംഗ് കാർഡിൽ ഒരു കാർഡൊക്കെ ഇട്ട് അതിനകത്ത് നല്ല ഒരു രൂപ കോയിനൊക്കെ ഇട്ട് എന്തായാലും അത് നല്ല മനോഹരമായിരിക്കുന്നു കേട്ടോ. ഈ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെയും നൃത്തവും പാട്ടും ഒക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അത് ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ അടിപൊളിയായിരുന്നു. മക്കളെ അടിച്ചു പൊളിച്ചേട്ടാ, അടിച്ചു പൊളിച്ചേട്ടാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജയ്ഹിന്ദിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി വിഷു പറഞ്ഞേ.